ദ ലെജൻഡ് ഓഫ് കിച്ചൺ സോൾജർ എപ്പിസോഡ് 11 സിയോങ് ജെയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയോടെയാണ് ആരംഭിക്കുന്നത്. ഷെഫ് പാത്ത് ഒരു കടുത്ത മുന്നറിയിപ്പ് നൽകുന്നു. വരാനിരിക്കുന്ന ഡിവിഷൻ കുക്കിംഗ് മത്സരത്തിൽ വിജയിക്കാനായില്ലെങ്കിൽ ഗാംഗ്ലിംഗ് ഔട്ട്പോസ്റ്റ് അടച്ചുപൂട്ടും. അതോടൊപ്പം ഷെഫ് പാത്തും എന്നേക്കുമായി അപ്രത്യക്ഷമാകും. ഔട്ട് പോസ്റ്റിനെയും തന്റെ അമൂല്യമായ സിസ്റ്റത്തിനെയും രക്ഷിക്കാൻ ഉറച്ചു തീരുമാനമെടുത്ത സിയോങ് ജെ ഉടൻ തന്നെ ഒരു ടീം രൂപീകരിക്കാൻ തുടങ്ങുന്നു. മണ്ണിക്കിനോട് അപേക്ഷാ ഫോം പ്രിന്റ് ചെയ്യാൻ പറഞ്ഞ ശേഷം മത്സരത്തിൽ പങ്കെടുക്കാൻ 3 അംഗങ്ങളുള്ള ടീം വേണമെന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. ആദ്യം സഹായത്തിനായി സമീപിക്കുന്നത് ഡോങ് ഹ്യൂനിനെയാണ്. എന്നാൽ ഔട്ട് പോസ്റ്റ് അടയ്ക്കുമെന്ന വാർത്ത എല്ലാവരുടെയും ആത്മവിശ്വാസം തകർത്തിരിക്കുകയാണ്. ഗാംഗ്ലിംഗ് അടയ്ക്കാനിരിക്കുമ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ എന്തർത്ഥമുണ്ടെന്ന് ഡോങ് ഹ്യൂൻ ചോദിക്കുന്നു. ഒടുവിൽ സമ്മാനത്തെക്കുറിച്ച് പറഞ്ഞ് സിയോങ് ജെ അവനെ സമ്മതിപ്പിക്കുന്നു. 3ാമത്തെ അംഗത്തെ കണ്ടെത്തുക അതിലും ബുദ്ധിമുട്ടാണ്. ക്വാൻ ചിയോൾ ആദ്യം തന്നെ നിരസിക്കുന്നു. ഒരു പാചക മത്സരത്തിൽ ജയിച്ചാലും ഗാംഗ്ലിംഗ് അടയ്ക്കാനുള്ള തീരുമാനം മാറില്ലെന്നാണ് അവന്റെ വിശ്വാസം. സിയോങ് ജെ അവന്റെ കത്തി ഉപയോഗിക്കുന്ന കഴിവുകളെ പ്രശംസിക്കുകയും പല സൈനിക ഷെഫുകളെക്കാളും മികച്ചവനാണെന്ന് പറയുകയും ചെയ്യുന്നു. ആദ്യം വഴങ്ങാത്ത ക്വാൻ ചിയോൾ പിന്നീട് മനസ്സുമാറ്റി ടീമിൽ ചേരുകയാണ്. അതേസമയം സിയോങ് ഹോക്കി ചുൻ ഇക്കിനെ കുറിച്ചുള്ള സംശയങ്ങൾ ശക്തമാകുന്നു. മിങ്കുവിന്റെ അഴിമതി കേസിൽ തനിക്ക് പങ്കില്ലെന്ന് ചുൻ ഇക് പറഞ്ഞിരുന്നുവെങ്കിലും ഓഫീസിൽ രഹസ്യമായി ഫയലുകൾ പരിശോധിക്കുന്നതും സംശയാസ്പദമായി പെരുമാറുന്നതും സിയോങ് ഹോ ശ്രദ്ധിക്കുന്നു. ഇതോടെ ചുൻ ഇക്കിന് തുടക്കം മുതൽ എല്ലാം അറിയാമായിരുന്നുവെന്ന സംശയം കൂടുതൽ ശക്തമാവുകയാണ്. മത്സരത്തിന് ഇനി വെറും 10 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ സിയോങ് ജെയും കൂട്ടുകാരും കഠിന പരിശീലനം ആരംഭിക്കുന്നു. 50 മിനിറ്റിനുള്ളിൽ വിഭവങ്ങൾ തയ്യാറാക്കേണ്ടതിനാൽ ജോലി എങ്ങനെ വിഭജിക്കാമെന്നതാണ് ആദ്യ വെല്ലുവിളി. തുടക്കത്തിൽ ഓരോരുത്തരുടെയും ശക്തി കണക്കിലെടുത്ത് ചുമതലകൾ വിഭജിച്ചെങ്കിലും അത് ആശയക്കുഴപ്പവും സമയനഷ്ടവും സൃഷ്ടിക്കുന്നു. ഇതിനിടെ മത്സരത്തെക്കുറിച്ച് അറിഞ്ഞ ചുൻ ഇക് സിയോങ് ജെയെ ശ്രദ്ധിക്കാൻ സിയോങ് ഹോയോട് ആവശ്യപ്പെടുന്നു. വിധികർത്താക്കളിൽ വോൺ യങ്ങും ഉണ്ടായതിനാൽ സിയോങ് ജെ എന്തെങ്കിലും സത്യം വെളിപ്പെടുത്തുമോ എന്ന ഭയമാണ് ചുൻ ഇക്കിന്. സിയോങ് ഹോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അവന്റെ യഥാർത്ഥ ഉദ്ദേശം വ്യക്തമല്ല. പിന്നീട് സിയോങ് ജെ പുതിയൊരു തന്ത്രം പരീക്ഷിക്കുന്നു. ക്വാൻ ചോളിനും ഡോങ് ഹ്യൂനിനും ഓരോ പ്രത്യേക വിഭവങ്ങൾ ഏൽപ്പിച്ച് ബാക്കിയുള്ള എല്ലാ ജോലികളും സിയോങ് ജെ ഏറ്റെടുക്കുന്നു. ഈ പദ്ധതി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ടീം കൂടുതൽ ഏകോപിതരാവുകയും സമയപരിധിക്ക് മുൻപ് പരിശീലനം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി സിയോങ് ഹോ അവരുടെ പിന്തുണക്കാരനാകുന്നു. മത്സരത്തിൽ വിജയിച്ച് ഗാംഗ്ലിംഗ് പോസ്റ്റിന്റെ പേര് ഉയർത്തണമെന്ന് അദ്ദേഹം സിയോങ് ജെയോട് പറയുന്നു. ഈ പ്രോത്സാഹനം സിയോങ് ജെയെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നു. അവർ തയ്യാറാക്കാൻ തീരുമാനിച്ച മെനുവിലെ വിഭവങ്ങൾ 4 സ്റ്റാർ നിലവാരത്തിലുള്ളവയാണ്. എന്നാൽ ഹോ യങ് പോലൊരു ശക്തനായ എതിരാളിയെ തോൽപ്പിക്കാൻ അതിലും മികച്ചത് വേണമെന്ന് സിയോങ് ജെ മനസ്സിലാക്കുന്നു. അധിക സ്റ്റാർ നേടാൻ ഒരു ഫ്യൂഷൻ വിഭവം ഉണ്ടാക്കാൻ ടീം തീരുമാനിക്കുന്നു. ഡോങ് ഹ്യൂനിന്റെ തമാശയിൽ നിന്ന് ലഭിച്ച ആശയത്തെ അടിസ്ഥാനമാക്കി അവർ ഗോ ചൂജാങ് റാഗു പാസ്തയും പരമ്പരാഗത കൽഗുസ്കു ന്യൂഡിൽസും ചേർന്ന ഒരു പ്രത്യേക വിഭവം തിരഞ്ഞെടുക്കുന്നു. ഉടൻ തന്നെ ഷെഫ് പാത്ത് അതിന്റെ റെസിപ്പി സൃഷ്ടിക്കുന്നുണ്ട്. മത്സരം അടുത്തെത്തുമ്പോൾ വികാരങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. ഗാംഗ്ലിംഗ് ഔട്ട് പോസ്റ്റിലെ അവസാന ഭക്ഷണമാകാമെന്ന തോന്നലിൽ സിയോങ് ജെ എല്ലാവർക്കുമായി ഓർമ്മകൾ നിറഞ്ഞ പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പഴയ ഓർമ്മകൾ മനസ്സിൽ നിറയുന്നു. ഔട്ട് പോസ്റ്റ് നഷ്ടപ്പെടുന്നത് സ്വന്തം വീട് നഷ്ടപ്പെടുന്നത് പോലെ എല്ലാവർക്കും തോന്നുകയാണ്. അവസാനം മത്സര ദിനം എത്തുന്നു. സിയോങ് ജെയും കൂട്ടുകാരും ആവേശത്തോടെയും ഉത്കണ്ഠയോടെയും മത്സരവേദിയിലെത്തുന്നു. ഡിവിഷൻ കമാൻഡർ കിം ഇൻ തേ, വോങ് യങ്, ചുൻ ഇക് എന്നിവർ വിധികർത്താക്കളായി പങ്കെടുക്കുന്നു. ഹോ യങ്ങിന്റെ ഓഫീസേഴ്സ് മെസ് ടീം ഉൾപ്പെടെ 4 ടീമുകളാണ് മത്സരിക്കുന്നത്. ഓരോ സൈനികന്റെയും ഭക്ഷണത്തിനായി അനുവദിച്ചിരിക്കുന്ന 4500 വോണിനുള്ളിൽ മികച്ച ഒരു ഭക്ഷണം തയ്യാറാക്കി വിധികർത്താക്കളെ ആകർഷിക്കുകയാണ് വെല്ലുവിളി. ഒരാഴ്ച നീണ്ട പരിശീലനത്തിന്റെ ഫലമായി ഗാംഗ്ലിംഗ് ടീം അത്ഭുതകരമായ പ്രകടനം കാഴ്ചവെക്കുന്നു. ഷെഫ് പാത്ത് അവരുടെ വിഭവത്തിന് 6 സ്റ്റാർ റേറ്റിംഗ് നൽകുന്നു. എന്നാൽ ഹോ യങ്ങിന്റെ വിഭവത്തിന് 7 സ്റ്റാർ ലഭിക്കുന്നു. ഒരു നിമിഷം സിയോങ് ജെ പൂർണ്ണമായി നിരാശനാകുന്നു. ഇത്രയും ശക്തരായ എതിരാളികൾക്കെതിരെ തനിക്ക് ജയിക്കാനാകുമോ എന്ന് സംശയിക്കുന്നു. എന്നാൽ അവസാന അവതരണം പൂർത്തിയാക്കിയതിനു ശേഷം അപ്രതീക്ഷിതമായൊരു കാര്യം സംഭവിക്കുകയാണ്. മികച്ച ടീം വർക്ക് കാഴ്ചവെച്ചതിനും പൂർണ്ണ കോഴ്സ് ഭക്ഷണം ഒരുക്കിയതിനും ഷെഫ് പാത്ത് അധിക സ്റ്റാറുകൾ നൽകുന്നു. അവരുടെ സ്കോർ വൻതോതിൽ ഉയരുകയാണ്. വിധികർത്താക്കൾ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുമ്പോൾ മറ്റൊരു കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നു. ഗാംഗ്ലിംഗ് ഔട്ട് പോസ്റ്റ് ഔദ്യോഗികമായി അടച്ചുപൂട്ടാൻ ഇനി വെറും 5 മിനിറ്റ് മാത്രമാണെന്ന് ഷെഫ് പാത്ത് അറിയിക്കുകയാണ്. ഒടുവിൽ ഫലം പ്രഖ്യാപിക്കുന്നു. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഗാംഗ്ലിംഗ് ഔട്ട് പോസ്റ്റും ഓഫീസേഴ്സ് മെസ് ടീമും 1ാം സ്ഥാനം പങ്കിടുന്നു. എന്നാൽ സന്തോഷം അധിക നേരം നീളുന്നില്ല. കൗണ്ട് ഡൗൺ 0-ലെത്തുന്നു. അന്തിമ വിജയിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സിയോങ് ജെ ദൗത്യത്തിൽ പരാജയപ്പെടുന്നു.
ഒരൊറ്റ നിമിഷത്തിൽ ഷെഫ് പാത്ത് അപ്രത്യക്ഷമാകുന്നു. അതോടൊപ്പം അവൻ ആശ്രയിച്ചിരുന്ന എല്ലാ റെസിപ്പികളും, പാചക വൈദഗ്ധ്യവും, പ്രത്യേക കഴിവുകളും, അതിശയകരമായ ഇന്ദ്രിയ ശക്തിയും ഇല്ലാതാകുന്നു. അപ്പോഴാണ് കിം മിൻ തേ ഒരു അന്തിമ ഏറ്റുമുട്ടൽ പ്രഖ്യാപിക്കുന്നത്. സമനിലയിലെത്തിയ 2 ടീമുകളിൽ നിന്ന് ഓരോ പ്രതിനിധികൾ നേർക്കുനേർ മത്സരിച്ച് യഥാർത്ഥ വിജയിയെ തീരുമാനിക്കണം. ഷെഫ് പാത്ത് നഷ്ടപ്പെട്ടതിന് ശേഷം ആദ്യമായി സിയോങ് ജെ പൂർണ്ണമായും ഒറ്റയ്ക്കാണ്. ഇനി സിസ്റ്റമില്ല, പ്രത്യേക കഴിവുകളില്ല, ഷോർട്ട് കട്ടുകളില്ല. ബാക്കിയുള്ളത് അവന്റെ സ്വന്തം കഴിവ് മാത്രം. എല്ലാം നഷ്ടപ്പെടാനോ നേടാനോ കഴിയുന്ന ആ അവസാന പോരാട്ടം ഇനി ആരംഭിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ 11ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.